ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീഹാ നോമ്പിൻ്റെ 4-ാം ദിവസം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഭയത്തിൽ നിന്ന് ധൈര്യത്തിലേക്ക്. പ്രിയപ്പെട്ട ക്രിസ്തുവിശ്വാസികളെ, സ്ലീഹാ നോമ്പിൻ്റെ 4-ാം ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് ആദ്യകാല സഭയുടെ ഏറ്റവും മഹത്തായ അനുഭവമായ പെന്തിക്കോസ്തി തിരുനാളിലെ പരിശുദ്ധാത്മാവിൻ്റെ ഇറങ്ങിവരവിനെ കുറിച്ചാണ്. ഒരിക്കൽ ഭയത്താൽ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ചപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച ധീരസാക്ഷികളായി മാറുകയായിരുന്നു. പെന്തിക്കോസ്തി അനുഭവം ഭയം ധൈര്യമായി മാറിയ ഒരു നിമിഷമായിരുന്നു. യേശുവിൻ്റെ കുരിശുമരണത്തിനു ശേഷം ശിഷ്യന്മാർ ഭയത്തിലായിരുന്നു. എന്നാൽ യേശു വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീയുടെ നാവുകൾ പോലെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. ആ നിമിഷം ഭയം വിശ്വാസമായി, ദൗർബല്യം ശക്തിയായി, സംശയം ധൈര്യമായി. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ അത് ദൈവത്തിൻ്റെ സമ്മാനങ്ങളാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഒരിക്കലും ഒറ്റയ്ക്കാക്കുന്നില്ല. അവിടുന്ന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ദൈവിക ദാനങ്ങളാൽ സമ്പന്നമാക്കുകയും ചെയ്യുന്നു. ജ്ഞാനം, വിവേകം, ആലോചന, ധൈര്യം, അറിവ്, ഭക്തി, ദൈവഭയം എന്നിവ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. ഈ ദാനങ്ങൾ നമ്മുടെ മഹത്വത്തിനല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൽ വെളിപ്പെടുന്നതിനു വേണ്ടിയാണ്. ധൈര്യമായ ഒരു സാക്ഷ്യം ആത്മാവ് നിറഞ്ഞ ജീവിതമാണ്. പെന്തിക്കോസ്തി തിരുനാളിന് മുൻപ് ഒരു ദാസിയുടെ മുന്നിൽ പോലും യേശുവിനെ നിഷേധിച്ചവനായ പത്രോസ് ആത്മാവ് നിറഞ്ഞപ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ ക്രിസ്തുവിനെ പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവ് ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ സാക്ഷിയാക്കുന്ന ഒന്നാണ്. ഇന്നും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ സമൂഹത്തിലും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന സന്ദേശം, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഭയങ്ങളും ആശങ്കകളും സംശയങ്ങളും നിരാശകളും ഒക്കെ ഉണ്ടാവാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മെ പുതുക്കുവാനും നമ്മെ ഉയർത്തുവാനും കഴിയും. ഇന്ന് നമുക്ക് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഭയങ്ങളെ ധൈര്യമാക്കണമേ, എൻ്റെ ബലഹീനതകളെ ശക്തിയാക്കണമേ, എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാക്കണമേ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പെന്തിക്കോസ്ത് ദിനത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും നിറയേണമേ. അങ്ങയുടെ ജ്ഞാനവും ധൈര്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചമായി ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.